ഇനി ഇടുക്കിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു റോഡിന്റെ ദുരവസ്ഥ കാണാം. നെടുങ്കണ്ടം കട്ടക്കാല റോഡിലൂടെ ഇപ്പോൾ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. 2023 കരാറുകാരൻ ഏറ്റെടുത്ത റോഡ് നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും 1.5 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ ദുർഘടാവസ്ഥ തുടരുകയാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമില്ല. 4.5 കിലോമീറ്റർ റോഡിനായി 5 കോടി 5 ലക്ഷം രൂപ അനുവദിക്കുകയും 2023 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. നിലവിലുണ്ടായിരുന്ന റോഡ് കൂടി കുത്തിപ്പൊളിച്ചതോടെ നാട്ടുകാർക്ക് കാൽനട യാത്ര പോലും ദുഷ്കരമായി. 11 മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നതായിരുന്നു കരാർ. എന്നാൽ ഏതാനും ഭാഗത്ത് മൺജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ നടപടിയുണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. 5 കോടി 5 ലക്ഷം രൂപയ്ക്ക് 4 കിലോമീറ്റർ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടാണ്ട് 19 മാസത്തോളമാകുന്നു. ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയാണ് 19 മാസമായിട്ടും. ഇതിനു മുമ്പ് ഇത് പഞ്ചായത്തിൻ്റെ റോഡായിരുന്നു. അതിനുശേഷം ഇത് BWD ഏറ്റെടുത്താണ് 5 കോടി 5 ലക്ഷം രൂപ അനുവദിക്കുകയും ഇന്ന് ഇത് നിർമ്മാണം തുടങ്ങി 8 മാസത്തെ എഗ്രിമെൻറ്റ് വെച്ചാണ്, കോൺട്രാക്റ്റുമായി എഗ്രിമെൻറ്റ് വെച്ചാണ് ഈ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ 19 മാസമായിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ നടക്കുന്നില്ല. വളരെ മോശമായ രീതിയിൽ ആണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും വിവിധ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ അകലെ ഒരു ഹരിജൻ കോളനി സ്ഥിതി ചെയ്യുന്നു. നെടുങ്കണ്ടത്തിന്റെ കുടിയേറ്റ കാലത്ത് ആരംഭിച്ച അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ റോഡിന്റെ നിർമ്മാണം കരാറുകാരന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലമാണ് കുണ്ടുകുഴിയുമായി കാൽനട യാത്ര പോലും ദുഷ്കരമായ രീതിയിൽ കിടക്കുന്നത്. BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നതിനായാണ് പൊതുമരാമത്ത് വകുപ്പുമായി കോൺട്രാക്ടർ കരാർ ഏറ്റെടുത്തത്. സ്കൂൾ ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. ചാറൽമേട് ആയുർവേദ സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോകുന്ന രോഗികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ഒരു ശാലം ടാറിങ് ഉണ്ടായിരുന്ന മൊത്തവും കുത്തി പൊളിച്ച് ഒരു കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ വരാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു ദിവസം 8ഓളം സ്കൂൾ ബസ്സുകൾ പോകുന്നൊരു റോഡാണിത്. ഇന്ന് ആ സ്കൂൾ ബസ്സിലേക്ക് സ്കൂൾ ബസ്സിൽ പോകാനോ അതുപോലെ തന്നെ രോഗികളെയോ ഒരു ഗർഭിണിയോ ആയിട്ട് ഈ റോഡിൽ കൂടെ ഒരു ശകലം പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കരാറുകാരന്റെ വീഴ്ച മൂലം തടസ്സപ്പെട്ട റോഡ് നിർമ്മാണം വേഗത്തിൽ പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. രാത്രിയും പകലും ഭേദമില്ലാതെ 100 കണക്കിന് വാഹനങ്ങൾ ഓടുകയും ആയിരക്കണക്കിന് വീട്ടുകാർ ആശ്രയിക്കുകയും ചെയ്യുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ ദുരവസ്ഥയാണിത്. കട്ടക്കാല റോഡിൽ നിന്നും ക്യാമറമാൻ ഷാജിനോടൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.